ശരൺ നമുക്കൊപ്പമുണ്ട്. കൊച്ചിയിൽ നിന്നും ഒരു പെട്രോൾ പമ്പിൽ നിന്നാണ് ശരൺ നമുക്കൊപ്പം ചേരുന്നത്. ശരൺ, എങ്ങനെയാണ് കൊച്ചിയിൽ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ്, പമ്പിൽ ഈ പ്രീമിയം പെട്രോളിന്റെ വില ഉയർന്നിട്ടുണ്ട്, ആശങ്കയുണ്ടോ പെട്രോൾ വില ഡീസൽ വിലയൊക്കെ വർദ്ധിക്കുമെന്നതിൽ? ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, തീർച്ചയായിട്ടും പെട്രോൾ വിലയും ഡീസൽ വിലയൊക്കെ വർദ്ധിക്കുന്നതിൽ വലിയ രീതിയിലുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടെന്ന് തന്നെ പറയാം. എങ്കിലും ഇപ്പോൾ ഈ കൊച്ചി നഗരത്തിലെ സാഹചര്യം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചി നഗരത്തിലേക്ക് ഇന്ധനം എത്താത്ത ഒരു സാഹചര്യമില്ല. അങ്ങനെ ഈ പെട്രോൾ പമ്പുകൾ അടച്ചിടുന്ന സാഹചര്യത്തിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ പോയിട്ടില്ല. മറിച്ച് പെട്രോൾ പമ്പ് ഉടമകൾ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്. നേരത്തെ അവർക്ക് ക്രെഡിറ്റ് വ്യവസ്ഥയിൽ കടമായി തന്നെ പെട്രോൾ വാങ്ങാൻ കഴിയുമായിരുന്നു. എന്നാൽ അത് കമ്പനികൾ അവസാനിപ്പിച്ചു. അതോടുകൂടിയാണ് ഈ ഒരു പ്രതിസന്ധി ഉടലെടുത്തത്. ഇപ്പോൾ പ്രധാനമായും രണ്ട് ഓപ്ഷനാണ് കമ്പനികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒന്ന്, അഡ്വാൻസ് ആയിട്ട് കുറച്ച് പണം നൽകുക, അങ്ങനെ പണം നൽകിക്കൊണ്ട് പെട്രോൾ വാങ്ങുക. അതിന് പിന്നാലെ ഈ പെട്രോൾ ലഭിച്ച ശേഷം ബാക്കി പണം കൂടി അടച്ചു തീർക്കുക എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെയാണ് ഈ അക്കൗണ്ടുകളിൽ, അതായത് പമ്പ് ഉടമകളുടെ അക്കൗണ്ടുകളിൽ പണമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഡ്രാഫ്റ്റ് നൽകുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ നൽകാമെന്നൊരു ഓപ്ഷനിലേക്ക് കൂടി കമ്പനികൾ എത്തിയിരിക്കുന്നത്. ഇതാണിപ്പോൾ പെട്രോൾ പമ്പ് ഉടമകളെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. കാരണം നേരത്തെ അവർക്ക് കടമായിട്ട് ഇത്തരത്തിൽ പെട്രോൾ വാങ്ങാൻ കഴിയുമായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാഷ് റെഡിയാക്കിയ ശേഷം മാത്രമേ പെട്രോൾ വാങ്ങാൻ കഴിയൂ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് പ്രീമിയം പെട്രോളിന്റെ വിലയും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് അത്തരത്തിലുള്ള വില പ്രാബല്യത്തിൽ വരികയും ചെയ്തിരുന്നത്. നിലവിൽ അതായത് നേരത്തെ 112.68 രൂപയായിരുന്നു എന്നുണ്ടെങ്കിൽ അത് 114.82 രൂപയായിട്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്വാഭാവികമായിട്ടും നമുക്ക് ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. നിലവിൽ ഈ പ്രീമിയം പെട്രോളിന്റെ വില മാത്രമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ സാധാരണ